ഇവിടെ ഒരു മത്സ്യകന്യകയുണ്ട്. പിന്നെ ഇവിടെ ചുറ്റും അക്വേറിയം വെച്ചിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണിക്കുന്നുണ്ട്. ടീ ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ എന്തെങ്കിലും ചായയും വെള്ളം എന്തെങ്കിലും കുടിക്കാം, അതിനുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങളുണ്ട്. കരണ്ട് പോകുന്നുണ്ട്. നല്ല ലൈറ്റിന് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഒന്നുകൂടി നല്ല വലിപ്പമുണ്ട് മീനുകൾ. ഇതിൽ വീഡിയോയിൽ കണ്ടപ്പോൾ സൈസ് കാണിക്കുന്നില്ല. അടുത്ത് പിടിച്ചാൽ വീണ്ടും പിന്നെ ഒരു ഇത് കാണിക്കും. കരണ്ടി അവിടെ പോകുന്നുണ്ട്. ദിനോസറിൻ്റെ ചുമരിൽ പടായി എന്ന സീനാണ് കാണിക്കുന്നത്. പുറത്ത് വേറെ മോഡലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. തനി കാട്ടിൽ വന്ന പോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല ക്ലൈമറ്റും തണുപ്പും കൂടിയാകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കല്ലുമൂറ വർക്കും ചെയ്യുന്നുണ്ട്. AC ഉണ്ട്. ഇതിൽ മീനുണ്ടാ? മീൻ എന്താ പറയണത്? ഈ ബ്ലാക്കൊക്കെ മീനാണ്.
ബ്ലാക്ക് കാണുന്നതൊക്കെ മീനാണ്. അത് വെള്ളം ഇളകണ കാരണം ശരിക്കും ക്ലിയർ ആവണില്ല. വീഡിയോ എന്തായാലും ലെങ്ത്ത് കൂടും, അപ്പോൾ 2 പാർട്ടായിട്ടൊക്കെ ചെയ്യാം. കാണാൻ നല്ല രസമുണ്ട്. അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട്, അപ്പം നല്ല ലൈറ്റിൻ്റെ പോയിട്ട് നല്ല സെറ്റപ്പ് ആയിരിക്കും. ഒരാൾക്കൊന്നൊക്കെ നല്ല സൈസുണ്ട്. ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ പൂണ്ടിട്ട് പോക്ക് പോയി. രണ്ടെണ്ണുണ്ട്. ഇതിനെന്താ വെട്ടാത്തത്? എന്താണാവോ? ഇത് നമ്മൾ നേരത്തെ മുകളിൽ കണ്ടതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ ഇത് കൂടെ മറ്റേ അലിഗേറ്റർ ഇപ്പോൾ വരും, അല്ല രാജക്കൈമൊക്കെ വരും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ജീവനുള്ളതാണ്. കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ജീവനില്ല, പക്ഷേ അത് ജീവനുള്ളതാണ്. ആ മുതൽ ഇപ്പോൾ വരും. ഇപ്പോൾ വന്ന് പോയുള്ളതാണ്. നോക്കി നോക്കാം. അതേ പോണേ കൂടെ. വരുന്നുണ്ട്. അത് വരുന്നില്ലല്ലോ. ഇത് വേണേ. വലിയവൻ ഞാൻ വിളിച്ചപ്പോൾ വന്നു. അവൻ അനുസരണയുണ്ട്. പോയിക്കോ. മറ്റുള്ളവിടെ നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകം വന്നു വന്നത്. മതി. മറ്റവനെ വിളിച്ചോണ്ട് പോവാ. സൈസ് അറിയില്ല. ഓക്കെ, ഇത് മുകളിലിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല വലിപ്പമുള്ള മീനുകളാണ്. അതിൽ ഇതിൽ കൂടെ നോക്കുമ്പോൾ അറിയില്ല, അതിലൊന്നും അറിയാം. നല്ല കാണാനും രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മലയുടെ സൈഡ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരിക. ലൈറ്റ് ഉണ്ടൊക്കെ വെച്ചിട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു മീനിങ്ങനെ പുറത്തേക്ക് തറയുന്നുണ്ട്. നല്ല വലിപ്പം കിട്ടാം. പിന്നെ ഒരു മുകളിലൊരു കൊഞ്ചിനങ്ങനെ തൂക്കിയിട്ടുണ്ട്. നല്ല സൈസുണ്ട്. ഇതിനെ കാറ്റുണ്ട്. പേരിക്കറിയുണ്ട്. മറ്റേതുണ്ട്. അറിയാൻ
അപ്പോൾ ഇത് പറഞ്ഞത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു മത്സ്യമാണിത്. അപ്പുറത്ത് ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിപ്പോയാലും വീണ്ടും വരും അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഇതില്ലേ കൊമ്പ് പോലെ നിൽക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും പിന്നെയും വരും. ഒരു കളർ ചേഞ്ചിങ് പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക്. അതാണ് ഈ കിടക്കുന്നത്. ഇത് ക്ലിയർ ഇല്ല, അങ്ങോട്ട് കാണിക്കാം. ആരടാ വീഡിയോ എടുക്കണമെന്നാണ് അവൻ നോക്കണത്. കുഴപ്പമില്ല, അതവൻ ആളിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം അടുത്തതിലേക്ക് പോവാം. അത് നമ്മുടെ ഈലാണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഒക്കെ അമേരിക്കയിൽ നിന്ന് തന്നെയാവും അല്ലേ? ഇത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് ഇറക്കിയിട്ടുള്ള മുതലുകളാണ്. രണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ പോകണത് അധികം കാണാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അവൻ ഇവിടേക്കൊക്കെ പോകുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി പോസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്നപ്പോഴേ ഓടിക്കോ മറ്റവനൊന്നും ഉഷാറാക്കുക, അവനൊന്നും ഓടാൻ പറയും. അവനെന്തോ വായം തുറന്നിരിക്കുന്നുണ്ട്. അവൻ പോയി അപ്പിക്കും. അവ ഇളകണില്ല. അവ അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയണത്. ഇതെങ്ങനെയാണോ ഒന്നുകൂടി ഉഷാറുണ്ട് അവൻ. വായോ അവൻ പോണ്ട്. ഉള്ളുകൂടെ ഒക്കെ പോണത്. അവൻ പോണ്ട്. ഇതിനും ജീവനുള്ള മീൻ തന്നെയാവില്ലേ തീറ്റ? ചത്ത മീൻ തന്നെ, ചെമ്മീൻ തന്നെ. എന്തായാലും മോശമല്ല, നന്നായി. കറണ്ട് പോയതുകൊണ്ടല്ലേ, ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലതിൽ കറണ്ടില്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. അതന്നെ പറഞ്ഞ ഫിൽറ്ററിങ്ങും എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. നിങ്ങൾ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന്? ഒരു മിനിറ്റ്, ഇതിനടുത്ത് തെരണ്ടി ഇങ്ങനെ പറന്നിട്ടാണ് നടക്കണത്. അതിൻ്റെ ഒപ്പം സ്രാവുണ്ട്. കടിക്കില്ലല്ലോ. ഷാർക്ക് 2 ഉണ്ട്. അത് പയർ തന്നെയാവില്ലേ? പയറല്ലേ ഇത്? ഇത് വരിപ്പുണ്ടല്ലോ. രണ്ട് തരം ഷാർക്കാണുള്ളത്. എന്താ പേര് പറഞ്ഞത്? ബുൾ ഷാർക്കും ബ്ലാക്ക് ടിപ്പും. ഇതും അമേരിക്കൻ്റെതാണോ? അല്ല, ഇത് ബുൾ ഷാർക്ക് ആഫ്രിക്കയിലത്തെ, മറ്റേത് ബ്ലാക്ക് ടിപ്പ് അറ്റ്ലാന്റിക് പസഫിക്. അപ്പോൾ രണ്ടാളും കുഴപ്പമില്ല, അങ്ങോട്ട് പോകുന്നുണ്ട്. 2 മൂന്നെണ്ണമുണ്ട്. അതന്നെ പറഞ്ഞ 2 തരാന്നുള്ളത്. 2 തരം. ഒരെണ്ണം പയറാവില്ല, ഒരു ജോഡി ഒരെണ്ണം. അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇവിടെ നല്ല രീതിയിൽ ഇത് മുകളിൽ ഓപ്പണാണ്, മറിഞ്ഞിട്ട് പോകണം. ഇവിടെ വേറെ ആൾ മുകളിൽ നിന്ന് ചൂണ്ടിടാൻ നോക്കുന്നുണ്ട്, അവർക്കൊന്നും കിട്ടിയില്ല എന്നുണ്ട്. പിന്നെ മുകളിൽ മൊത്തം വല ഇങ്ങനെ മറച്ചുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതാണ് ബുൾ ഇതാണ് ഷാർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ആക്റ്റീവ് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഷാർക്ക് പോകുന്നുണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യേണ്ടവൻ അങ്ങനെ പോകുന്നുണ്ട്. പൊട്ട ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ സൈസ് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ സൈസ് അറിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ്.
ആ ആ പ്ലാറ്റിനം ഗാർ ആ ഇത് വേറെ ഫാമിലി മാർബിൾ ഗാറാണ്. ഇത് എവിടുന്ന ഇത് സൗത്ത് അമേരിക്ക മാർബിൾ ഗാറാണ് ഫിഷിൻ്റെ പേര്. ഇതിപ്പോൾ വില എത്രയാണെന്നറിയും? ഓ വില എങ്ങനെയാണെന്നറിയും? വില ലക്ഷങ്ങളൊക്കെ വില വരുന്നതറിയാം. ഇതിന് നല്ല വില വരുന്നതാണ്. അതായത് ഇത് ചെറിയ സൈസാണ്. നടത്താം നോക്കാം. ആ ആ ഇവിടെ കുറച്ച് മീനുണ്ട്. വെറൈറ്റി മീനാണ്. ഇത് വെറൈറ്റി മീനാണ്. ഇത് കുറച്ചും കൂടി കാണാനും ഭംഗിയുണ്ട്. ഹൈ ഹൈ മുകളിൽ ഓപ്പൺ ആയിട്ട് കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാനും ഭംഗിയുണ്ട്. ഇത് വെറൈറ്റി അത് തന്നെ ഒന്നും കൂടി വെള്ള കളറിലുള്ള മീനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു തരം വെറൈറ്റി മീനാണ്. തലയും ഇതൊക്കെ കാണുമ്പോൾ നല്ല വെറൈറ്റിയാണ്. മുകളിലേക്കും താഴേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു കണവേലിങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനങ്ങായിട്ടുണ്ട് ഓപ്പൺ ആയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് കല്ലിൻ്റെ വർക്കും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു അപ്പുറത്തെ സൈഡിലത്തെ ഒരു മീൻ കൂട്ടാണ് കാണാനുള്ളത്. അപ്പുറത്തെ സൈഡൊന്നും അല്ലാണ്ട് മുകളിലേക്ക് വെള്ളം വീണ് കാണാൻ നല്ല രസമുണ്ട്. ചെറിയ ചെറിയ മീനുകൾ. ഒരു മരത്തിൻ്റെ അടിഭാഗമാണ് കാണിച്ചേക്കണത്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിഭാഗം അങ്ങനെ നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. പിന്നെ സൈഡിലും കല്ലിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് കുറച്ച് ഇങ്ങനെ വലുതാക്കി ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണണമെന്ന് തോന്നുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ നല്ലൊരു 400 രൂപയാണ് ഇത് ഇവിടുത്തെ ചാർജ്. 400 രൂപയ്ക്ക് മോശമില്ലാത്ത അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാം. സൈഡിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മീനുകൾ ഇങ്ങനെ വന്നിട്ട് മുകളിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഹൈ ഹൈ ഹൈ
ഏതൊരു മീൻ അടിയിൽ കിടക്കുന്നുണ്ട്, ഈലാന്ന് തോന്നുന്നുണ്ട്. ഈലല്ലേ, സംശയമുണ്ട് എന്താന്ന്. കുഴപ്പമൊന്നുമില്ല, കാണാൻ വൈകിട്ട്. ഇത് മരത്തിൻ്റെ അടിയിൽ ഗ്ലാസ് ചുറ്റും കവർ ചെയ്തിട്ട് അതിൽ മീനിട്ടേക്കാണ്. അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മരത്തിൻ്റെ തനി കാടിൻ്റെ ഒരു പ്രകൃതി പോലെ വരുന്നുണ്ട്. അതിനുള്ളിൽ ഒരാൾ ആദിവാസി ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട്. അതൊക്കെ കൊടുത്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ അമ്പും വീട്ടിലും പ്രയോഗിക്കേണ്ട ഒരു നോക്കി നിന്നില്ലെങ്കിൽ നമുക്കത് കിട്ടും. 2-3 ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെ പിന്നെ കുറേ ആൾക്കാർ മാനും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവർ കൂട്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുന്നിൽ ഒരാളിങ്ങനെ എറിയാൻ നോക്കുന്നുണ്ട്, നമ്മൾ കണ്ടുകൊണ്ട്. പിന്നെ പ്രശ്നം അവിടെ നിന്നാൽ എന്താ മാങ്ങ തൂക്കിയിട്ടാണ് അവർ പോണത്. ഇവിടെ ഉണ്ട് രസമുണ്ട് കാണാം, മരത്തിൻ്റെ സൈഡ് കൊടുത്തിട്ട്. ഇപ്പോൾ നമുക്ക് വായം തുറന്ന് നിൽക്കുന്നുണ്ട്. 2 ആളുണ്ട് അവിടെ. അവരടിയിലാണ് ഈ മീനുകൾ കിടക്കുന്നത്. നമുക്ക് പേടിയൊന്നുമില്ല അവർക്ക്. ഇവിടെ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് ഇവിടെ. വാട്ടർ നോക്കാം. ഇതിൻ്റെ അടിയിൽ കുറച്ച് കല്ലിൻ്റെ വർക്കുകൾ ചെയ്തിട്ടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അടിഭാഗം നമുക്ക് ശരിക്കും കാണാൻ ക്ലിയറായിട്ട്. അവിടെ ഒരാൾ ഇറങ്ങിയിട്ട് എന്തോ ക്ലീൻ ചെയ്യാന്ന് തോന്നുന്നുണ്ട്. അഴുക്കുകൾ മൊത്തം അഴുക്കുകൾ മൊത്തം ഇങ്ങനെ വലിച്ചെടുക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ല സൈസുണ്ട്. ഇതുകൂടെ നോക്കുമ്പോൾ അറിയില്ല.
മുകളിൽ നല്ല കൊട്ടാരത്തിൻ്റെ ഡിസൈനൊക്കെ ആക്കിയിട്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നൈറ്റ് ആണതിന് ശരിക്ക് ഹൈലൈറ്റ് നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അവസാനത്തെ പോർഷനാണ്. ഗ്ലാസിൻ്റെ മുകളിൽ കൂടെയുള്ള പോണത് കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ അപ്പുറത്ത് നമ്മൾ ആളെ ഉണ്ട്, അയാളെ ക്ലീൻ ചെയ്യണം, മൊത്തം പൂപ്പലൊരു മാറ്റം. ഒരാൾക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ട്. മൂന്നാളും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. നല്ല റൈസുള്ളതാണ്. അവിടെ നിന്ന് പുറത്ത് വന്നപ്പോഴുള്ള കാഴ്ചകളാണ്. പിന്നെ കവാടാണ്, ഇതാണ് ഓൺട്രന് കഴിക്കണം. ഫിഷ് ഫീഡിംഗ് ഉണ്ട്. എതിരെ പോണ്ടേ? ഫിഷ് ഫീഡിങ്ങിന് കൈ വാശിയാന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വലിയ അത്യാവശ്യം വലിയ പോണ്ടാണ്. ഇങ്ങോട്ട് ചാടി വരും ഇത്. അവർക്കറിയാല്ലേ, അവർക്കറിയാന്ന് പറയാ. ഞാനൊന്ന് കൈ കഴുകിയിട്ട് നോക്കാം. കൈ തുടക്കണ? തുടക്കൊന്നും വേണ്ട സാറേ, കൈ ക്ലോസ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ച് കേട്ടോ. ക്ലോസ് ചെയ്തിട്ടാ മെല്ലെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇനി കുറച്ചും തന്നു. മീനെ നമുക്ക് പേടിയൊന്നുമില്ല. കയ്യിൽ രണ്ട.
കാണാൻ നല്ല ഭംഗിയുണ്ട്. പല കളറുകൾ. ആ എന്താ പേര് ഇതിൻ്റെ? ജപ്പാൻ്റെ അല്ലേ ഇത്? ആ കോഴിക്കാർപ്പ്. ടാണോ മറൈൻ വേൾഡിൻ്റെ കവാടം. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ബീച്ചിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ട് അങ്ങോട്ട് പോകുന്നത്. നമ്മളാദ്യം തന്നെ അവിടെ കയറാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ മറൈൻ വേൾഡ്, ചാവക്കാട് പഞ്ചാടിയിലുള്ള മറൈൻ വേൾഡ്. ഓക്കെ.